സ്മാർട്ടായിട്ട് ഒരാടുത്ത് സംസാരിക്കുക, ഈ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യം തന്നെയല്ലോ. അതെങ്ങനെയാ പറ്റണേ? അതിപ്പോ അതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മളായിട്ടല്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. വേറൊരു ക്യാരക്ടറാണ്. ചിരിപ്പിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു അല്ലേ. ഈ യൂട്യൂബ് ഒക്കെ ആരാ കൈകാര്യം ചെയ്യണേ? യൂട്യൂബ് കൈകാര്യം ചെയ്യല്ലേ, അത് അവിടെ കിടക്കുക. നിങ്ങൾ അങ്ങനെ നോക്കുന്ന പോലും ഇല്ല യൂട്യൂബ്. പ്ലേ ബട്ടൺ കിട്ടി. അത് കുറെ നാളായി അതിന്റെ മറ്റേ ഇത് വന്ന് കിടന്നിട്ട് കുറെ നാളായി. പരീക്ഷയായപ്പോ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമാണ് നോക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിൽ കുറെ കോണ്ടന്റ് ഉണ്ടല്ലോ. ഇപ്പൊ പെയറായിട്ട് ഫോൺ വിളിക്കുന്നേ, രണ്ടുപേരും പഠിക്കുന്ന പിള്ളേരാ. ഇതിന്റെ പിള്ളേരൊന്നും പഠിക്കത്തില്ല. റിസൾട്ട് വന്നില്ലേ? ഇല്ലേ 10th അല്ല, ഇനിയും പ്ലസ് ടു. അല്ല, ഞാൻ ഷെയ്വ് ചെയ്തോണ്ടാന്ന് പ്രായമായിട്ട് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ചെറിയ കുട്ടികളെ ഇതാണ് അങ്ങനെ പറയില്ലേ. ഇതൊക്കെ തരും നമ്മള് എന്ത് സ്റ്റേജില് പോകുന്ന സമയത്ത്. അടുത്ത ഈ ഒരു നാലാൾ അറിയാം ഇവിടെ ഒന്നും ഞങ്ങൾ പറയില്ല. അതൊക്കെ ഈ സ്റ്റേജിൽ പെർഫോമൻസ് അല്ലാതെ നമ്മൾ കാണാത്ത കഴിവുകളുണ്ട് ഇവർക്ക്. ഇതുവരെ പുറത്ത് കൊണ്ടുവരാത്ത കഴിവുകള്. പുറത്ത് കണ്ടിട്ടുണ്ട്, മുഖത്തൊക്കെ കേട്ടില്ലേ? അടിയടിയാ. അങ്ങനെയല്ലോ, എന്തേലും അല്ലാതെ കഴിവുണ്ടോ? നല്ല കഴിവുണ്ടോ? കഴിവില്ലെന്ന് മാത്രം പറയും. ഇവൻ എന്തേലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട്. അത് പണ്ട് ഞാൻ ഒരു പാത്രം നിറച്ചു, ഇങ്ങനെ ബോക്സ് നിറച്ചു അവൻ നമ്മുടെ ഈ മുട്ടായിയുടെ തൊലി വെച്ച് ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാക്കി ക്രെഡിറ്റ് മൊത്തം അവനായത്. ഞാനാ ഉണ്ടാക്കിയത്. നീയാണോ? അല്ല, ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള പേപ്പർ വെച്ച് കുറെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു കഥ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനൊരു സ്റ്റോറിയുടെ തുടക്കം ഇട്ടുതരും. ആ തുടക്കത്തിന്റെ ബാക്കി കഥ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരായിട്ടല്ല ചെല്ലും. നമുക്ക് എല്ലാവർക്കും കഥ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. ഇരട്ടകളായതുകൊണ്ട് ഗുണം എന്താന്നല്ലേ, എനിക്ക് ദോഷം മാത്രമേ. ഇത് നമുക്ക് രണ്ടുപേർക്കുള്ള ഒരു ഓക്കെ, റെഡിയാണോ? ഓക്കെ. കെവിനും എവിനെയും കാണാൻ മസ്കറ്റിൽ നിന്ന് അച്ചാച്ചൻ ഫ്ലൈറ്റ് കയറി വരികയാണ്. കൂടെ ഒരു യമണ്ടൻ പെട്ടിയുണ്ട്. ഞാൻ യമണ്ടൻ ഭാര്യന്ന് അങ്ങനെ വല്ലതും പറയാൻ വരികയാണ്. പെട്ടിയുണ്ട്. ബാക്കി കഥ ആര് തുടങ്ങും? അച്ഛ തുടങ്ങിയോ? ഞാനോ? അങ്ങനെ ഫ്ലൈറ്റ് കയറി വീട്ടിൽ വന്ന് ആ പെട്ടി തുറന്ന് നോക്കിയപ്പോ ഡുഡും. അത് മറ്റേ ഇത് സസ്പെൻസിന്റെ ഇത് ബാക്കിയാണ്. എല്ലാവരുടെയും കണ്ട് അന്താളിച്ചു പോയി. എന്താണത്? അങ്ങനെ ഇരിക്കുകയാണ് അച്ചാച്ചനത് പറഞ്ഞത്. അതെന്താ, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട് എങ്കിൽ പറഞ്ഞോ. എനിക്കറിയത്തില്ല. ഇത് വട്ടം കറങ്ങി പോയാലല്ലേ രസമുള്ളൂ. നിങ്ങളല്ലേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. പ്രേക്ഷകരാണ്. അതെ അളിയാ.